ഇപ്പോൾ പി ജയചന്ദ്രന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ മക്കൾ, അതുപോലെ നാടക അക്കാദമി പ്രവർത്തകരും വി.എസ്. സുനിൽകുമാർ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ലെവിൻ കെ വിജയനുണ്ട് തൃശ്ശൂരിൽ നിന്നും. പി ജയചന്ദ്രന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങാൻ തൃശ്ശൂർ അമല ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു. ലെവിൻ, വിവരങ്ങൾ. പി ജയചന്ദ്രന്റെ മകൻ ധീരനാഥും സംഗീത നാടക അക്കാദമി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ, വി.എസ്. സുനിൽകുമാറുണ്ട്, ജയരാജ് വാര്യർ അടക്കമുള്ളവർ ആശുപത്രിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ലെവിൻ കെ വിജയൻ, വിവരങ്ങൾ. ജയചന്ദ്രന്റെ അവസാന യാത്രയ്ക്ക് തൃശ്ശൂർ അമല ആശുപത്രിയിൽ നിന്ന് തുടക്കമാകുന്നു. അദ്ദേഹം ബന്ധുക്കളും സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യ അക്കാദമി അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങി അല്പസമയങ്ങൾക്കകം മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റും. ഈ അവസാന യാത്രയിൽ അദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ വെച്ച് തന്നെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും നിരവധിയായിട്ടുള്ള ആളുകളാണ്, സംഗീതപ്രേമികളാണ്, ആസ്വാദകരാണ്, ആരാധകരാണ് എത്തിയിരിക്കുന്നത്. മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മകനടക്കമുള്ള അടുത്ത ബന്ധുക്കൾ ചേർന്നുകൊണ്ടാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹം നാളുകളായി ചികിത്സ തേടിയ ഒരു ആശുപത്രിയിൽ നിന്നുമുള്ള അവസാന യാത്രയാണ്. അമല ആശുപത്രിയുടേതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ അടക്കം ഇവിടെ പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. അടുത്ത ബന്ധുക്കൾ മറ്റും സാഹിത്യ അക്കാദമി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ മറ്റും മൃതദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇനിയൊരു 15 മിനിറ്റ് സമയത്തിനുള്ളിൽ വലിയ തിരക്കുകൾ, ഗതാഗത പ്രശ്നങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാനാകും. പോലീസ് അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്നും വീട്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. 80ാമത്തെ വയസ്സിലാണ് മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ, ഭാവഗായകൻ ഈ ലോകത്തോട് വിട പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളല്ല അദ്ദേഹത്തിന് മരണത്തിനിടയാക്കിയത്. അർബുദവും അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അവസാന കാലം എന്ന് പറഞ്ഞാൽ പി ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്തല്ല, വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നല്ല അദ്ദേഹം മരണപ്പെടുന്നത്. രോഗബാധിതനായി ദീർഘനാളുകളായി ചികിത്സയിൽ കഴിഞ്ഞ് പല ഘട്ടങ്ങളിലായി അതിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് മലയാളികളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഗാനങ്ങൾ ആലപിച്ച് വീണ്ടും സജീവമായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് അസുഖം മൂർച്ഛിക്കുകയും അതേ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുമായിരുന്നു. ഇന്നലെ രാത്രിയാണ്, കഴിഞ്ഞ 1.5 ആഴ്ചയോളമായി തൃശ്ശൂർ അമല ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് ഏറ്റവും ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലായിരുന്നു. വെന്റിലേറ്ററിൽ ദിവസങ്ങളോളം അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ ബുധനാഴ്ച, ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് മടങ്ങിയത്. പക്ഷേ വീട്ടിലെത്തി ഒരു ദിവസം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിനായില്ല. വീട്ടിൽ നിന്നും ഇന്നലെ വൈകിട്ടോടുകൂടി വീണ്ടും ആശുപത്രിയിലേക്ക് എത്തേണ്ടി വന്നു. ആശുപത്രിയിലെത്തി 1 മണിക്കൂറിനുള്ളിൽ തന്നെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. വൈകിട്ട് 7:54 മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഈ ആശുപത്രിയിലെ ജീവനക്കാരടക്കമുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. വീട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ മൃതദേഹം എത്തിക്കും. പോലീസ് സംവിധാനങ്ങളൊക്കെ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പൂർത്തീകരിച്ചു. വീട്ടിൽ അനുബന്ധ ചടങ്ങുകളും മറ്റും പൊതുദർശനമടക്കം നടക്കുന്നതിനായിട്ട് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പോലീസ്. നിലവിൽ വലിയ തയ്യാറെടുപ്പുകളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇപ്പോൾ അന്ത്യയാത്ര ആരംഭിക്കുന്നത്. ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആംബുലൻസിനുള്ളിൽ കയറിയും ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളും മറ്റും നമുക്ക്
കാണാം. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള സംഗീത അക്കാദമി അത്തരത്തിൽ മലയാളികളുടെ പ്രിയ ഗായകന്, ഭാവഗായകന് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര എന്ന് വേണം പറയാൻ. കാരണം ഇനിയൊരു മടക്കയാത്ര ഇല്ല. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ആരംഭിക്കുകയാണ്. തൃശ്ശൂർ അമല ആശുപത്രിയിൽ നിന്നും മൃതദേഹം അല്പസമയങ്ങൾക്കകം തന്നെ പൂങ്കുന്നത്തെ ഭാര്യ വീട്ടിൽ എത്തിക്കും. അദ്ദേഹത്തിൻ്റെ ദീർഘകാലം താമസിച്ച വീടാണ് പൂങ്കുന്നത്തുള്ളത്. ഭാര്യ വീടിനൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെയാണ്, അതേ പരിസരത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നത്. അവിടെയും ദീർഘനാളുകളായി തൃശ്ശൂരിൽ സ്ഥിരതാമസമാക്കിയതിനു ശേഷം ഏതാണ്ട് പൂർണ്ണമായും ഈ 2 വീടുകളിലായാണ് അദ്ദേഹം ചിലവിട്ടത്. ആ സമയങ്ങളിലൊക്കെ വലിയ ആത്മബന്ധമുണ്ടാക്കാൻ ഈ നാടും നാട്ടുകാരുമായി അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗ വാർത്തയറിഞ്ഞ് വളരെ ദുഃഖത്തോടു കൂടിയാണ് ആ ഒരു കാര്യത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരനായി നിന്ന് ആളുകൾക്കിടയിൽ ഇടപെട്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തെടുക്കേണ്ടതാണ്. എല്ലാ മേഖലയിൽപ്പെടുന്ന ആളുകളുമായും സൗഹൃദം സ്ഥാപിക്കാനും ആ ബന്ധം തുടരാനും അദ്ദേഹത്തിന് സാധിച്ചു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ തൃശ്ശൂരിലെ മാർക്കറ്റുകളിൽ പോലും സാധാരണക്കാരനായി എത്തി നിന്ന് ജനങ്ങളോട് ഇടപെടുകയിൽ പോകുന്ന ഒരു മഹാപ്രതിഭ, മഹാപ്രതിഭ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം മടക്കയാത്രയിലേക്ക് ആരംഭിക്കുകയാണ്. നേരത്തെ ഗുരുതരമായ രോഗബാധിതനായിട്ടാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തുന്നത്. ദീർഘകാലത്തോളം ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ചികിത്സ തേടിയ ആ കാലയളവിലൊക്കെ പല ഘട്ടങ്ങളിലും അവസ്ഥയിൽ നിന്നും മാറ്റമുണ്ടാക്കി മടങ്ങിപ്പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. വീണ്ടും മലയാളികളെ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ ഗാനങ്ങൾ ആലപിക്കാൻ സാധിച്ചു. പക്ഷേ ഇത്തവണത്തെ അദ്ദേഹത്തിന് ഒരു മടക്കയാത്ര അല്ലെങ്കിൽ മടങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അദ്ദേഹം മരണപ്പെട്ടു. അന്ത്യയാത്ര എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിന്നും പോകുന്നത്. നിലവിൽ ആശുപത്രിയിൽ വലിയ പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും മറ്റും ഇവിടെ പൂർത്തീകരിച്ചു. അത്തരം യാത്ര ഇപ്പോൾ അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹം തൃശൂർ അമല ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾ ഏറ്റുവാങ്ങി. മൃതദേഹം തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനമുണ്ടാകും. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.